അങ്ങനെ നമ്മുടെ ഫെബിൻ്റെ അച്ഛനും ബിരാനും കൂടിയും കല്യാണം ഉറപ്പിക്കാനൊക്കെ എത്തുന്നുണ്ട് നമ്മുടെ മാളുവിൻ്റെ വീട്ടിൽ. മാളുവിൻ്റെ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് സച്ചിനി രേവതിയെ വിളിക്കണം, അവരില്ലാതെ ഒരു കാര്യം ഞാൻ നടത്തില്ല, ഡേറ്റ് കുറിക്കണ സമയത്ത് അവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ സച്ചിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല അവിടേക്ക്, നിങ്ങൾ ഡേറ്റ് കുറിച്ചോളൂ, എന്തായാലും ഞങ്ങൾ കല്യാണത്തിനുണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് അവർ ഡേറ്റൊക്കെ കുറിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാളുവിൻ്റെയും ഫെബിൻ്റെയും കല്യാണമാണ്. കല്യാണം ദിവസം നമ്മുടെ ബിരാൻ്റെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് കുറച്ച് നേരം ഒഴിഞ്ഞ് മാറി നിൽക്കണം, സച്ചി രേവതിയും കണ്ണിൽ പടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം നമ്മുടെ ബിരാൻ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട്. കല്യാണമൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് സച്ചി രേവതിയും പോയി ഇനി വന്നോളാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ബിരാൻ ധൈര്യത്തോടു കൂടി വരുന്നുണ്ട്. വന്ന് പഠനത് നേരെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും മുന്നിലാണ്. സച്ചി രേവതിയും പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഇളയച്ചനല്ലേ എന്ന് പറഞ്ഞിട്ട് അവരോട് പോയി പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇത് ആരാ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫെബിനോട്. അപ്പോൾ ഫെബിൻ പറയുന്നുണ്ട്, എൻ്റെ മാമനാണ്. ആ സമയത്ത് പറയണം, ഇങ്ങേരും നല്ലൊരു നടനാണ്, ഇളയച്ചൻ നല്ല നടനായിരുന്നു, അതിന് ഇയാൾക്ക് ഒരു അവാർഡ് ഞങ്ങളുടെ വക കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഇയാളിപ്പോൾ തൽക്കാലം കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിരാനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ശ്രുതിയാണെങ്കിൽ നമ്മൾ എല്ലാം ഒന്നും അറിയാഞ്ഞിട്ടില്ല, സച്ചി രേവതിച്ചിട്ടുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചി ബിരാനെയും കൊണ്ട് ചെല്ലണത്. ശ്രുതിയാണെങ്കിൽ ബിരാനെ കണ്ടിട്ട് ആകെ ഞെട്ടുന്നുണ്ട്. നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്, ഇളയച്ച എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി ആകെ പേടിച്ച് പറിച്ച് നിൽക്കണം. ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും തെളിവോടുകൂടി പൊളിച്ചടുക്കിയ സച്ചിയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.